ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭിമാനമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചേട്ടത്തി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി തോറ്റു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു, ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും ജയിച്ചു, എല്ലാവരും ജയിച്ചു. ഇനി എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ, പിണറായിൻ്റെ കാലിന് അക്കരെ നീന്തിക്കണമെന്ന്, വട്ടം നീന്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. നീന്തി കാണണം. പിണറായി ഈ SFI നട്ടു വളർത്തിയതാണ് പിണറായിക്ക് കുഴപ്പം മുഴുവൻ വന്നത്. അല്ല, അവർ നന്നാവാന്നാണല്ലോ പറയുന്നത്. അവർ നന്നാവണമെങ്കിൽ പശുക്കൾ കുറേ വേണം നെയ്യെടുക്കാൻ, എല്ലാവരും നന്നാവില്ല. അവർ കട്ട് നിന്ന് പഠിച്ചു അവർ നന്നാകണേ. ജീവിതത്തിൽ അവർ നന്നാവുമോ? അവർ നന്നാവും, ജനം ഇല്ലാതെയാവും. എനിക്ക് നല്ല പങ്കുണ്ടെന്നേ. നല്ല പിള്ളേരല്ലേ ചത്തത്. എത്ര പിള്ളേരെ കൊന്നു, എത്ര സ്കൂളിൽ വിട്ടാ പിള്ളേരെ തിരിച്ചു കിട്ടണില്ല. 1.5 മാസം വെച്ചാൽ പീഡിപ്പിച്ച് അതിന് കൊണ്ടാണ് വസ്ത്രം വരെ കാരണന്മാർ ഉടുക്കാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ വശങ്ങളത്. എനിക്ക് വിഷമമുണ്ട്. ഈ ഇന്ത്യയിലൊട്ടാകെ എൻ്റെ പിള്ളേരാ. എനിക്ക് വേർതിരിവില്ല. ഇവരെ ഇല്ലായ്മയാക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. ഇനി ഈ കേരളത്തിൽ അവർക്ക് ഒട്ടും പാടില്ല. ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ 6 മാസം ഉണ്ട് ഇനി. അപ്പം 6 മാസം ഉള്ളപ്പോൾ 1 മാസം തന്നു. അപ്പം 3ാമത് ഈ മാസം തരുമ്പോഴും 6 മാസമല്ലേ? അപ്പം 6 മാസം കൊണ്ട് എന്ത് തരാം? പക്ഷെ ഇവർക്കൊരു അവസരം കൂടെ, നന്നാവുള്ള ഒരു അവസരം കൊടുക്കാൻ. അവരവസരം നന്നാണ്. അവരൊരു കാര്യം പറഞ്ഞ ചൈനയ്ക്ക് പോയാൽ മതി. ചൈനയിലാണ് അവരുടെ മുഖ്യമായ ഓഫീസ്. ഈ കേരളത്തിൽ പറ്റിയല്ല. ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരും എന്തോരം പോലീസുകാരും അല്ലേ, തരില്ലേ? അപ്പം ഈ പിണറായിയുടെ ഗുണ്ടകളല്ലേ, പിണറായി അല്ല ഗുണ്ട. അവൻ ഇന്നിടം തുടങ്ങിയ ഗുണ്ടയല്ല. പണ്ട് മന്ത്രിയല്ല ഞാൻ കടിമാരിക്കടോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പറഞ്ഞു നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. ഞാൻ എന്നായാലും മരിക്കണ്ടേ? എനിക്ക് ഇത്രയും പ്രായമൊക്കെ വനോർത്ത് വെച്ച് കാണാമെന്ന് ചോദിച്ചു. എന്നെ തടഞ്ഞത് പോലീസുകാർ ശരിക്കും മൊഴിയെടുത്തു, കോടതിയിൽ കൊടുത്തു, ജൈവളത്ത് പോയി മയത്തിട്ട് മൊഴിയെടുത്തു. ഇന്നലെ ഇവിടെ വന്ന് മൊഴിയെടുത്തു. എന്നെ തടയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയല്ല ഇറങ്ങിയത്. ഞാൻ വല്ലവരും കക്കാൻ ഇറങ്ങിയതാണോ? രാജ്യത്തിന് വേണ്ടിയാ, എല്ലാവർക്കും വേണ്ടിയാ. അപ്പൊ എന്തായാലും ഒരു വിട്ടുവീഴ്ചക്കല്ലേ ഇനി? വിട്ടുവീഴ്ച വേണ്ട. ഒഴിവായി തന്നാൽ മതി. ഭരണത്തിൽ നിന്ന് ഒഴിവാവണം. എനിക്ക് ഈ കേരളം വിട്ടാവും പോകണം. പോയാൽ പോരാ, ആ വാർപ്പിൻ്റെ ഒക്കെ തെളിവ് കേട്ടേണ്ട വരും. ആ എടുത്തതിൻ്റെ വാർപ്പുണ്ടല്ലോ, അവിടെ ഒളിവിൽ ആ ഈത്തപ്പഴമൊക്കെ വെച്ചങ്ങനെ എവിടെയാന്നൊക്കെ പറയിപ്പിക്കും. പനി എന്നാ തുടങ്ങിയത്? മിനിയാന്ന് തുടങ്ങിയതാ. ഭയങ്കര പനിയാ. ഞാൻ വയ്ക്കാതിരിക്കണതാ പനിയാണെങ്കിലും ചേട്ടത്തിയുടെ വിമർശനങ്ങൾക്ക് ഒട്ടും കുറവില്ല. ഈ വിമർശനമാണ് ഇത്തവണ ഇടതു മുന്നണിക്ക് വലിയ പരാജയത്തിലേക്ക് നയിച്ചതിന് ഒരു കാരണം. അടിമാലിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.